പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാസനത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യം, ഈ കൃപാസനത്തിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞാൻ ഇന്നത്തെ ദിവസത്തെ എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളുടെ മേൽ നിൻ്റെ തിരുമുറുപാട് മരുന്നുകരം വെക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ശിരസിൻ്റെ രോഗങ്ങൾ, ബ്രെയിനിലെ സിസ്റ്റുകൾ, ബ്രെയിനിലെ ക്യാൻസറുകൾ, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ രോഗങ്ങൾ ഈ നിമിഷം ഇത് പ്രാർത്ഥന കൂടുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി ഒഴുകുകയും നീ സുഖപ്പെടുകയും ചെയ്യട്ടെ. തൊണ്ടനൊമ്പരങ്ങൾ, അത്തോൺസൈറ്റുകൾ, തൈറോയിഡുകൾ, ശ്വാസകോശ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, പിസ്തുല രോഗങ്ങൾ, PCOD രോഗങ്ങൾ, സർവാംഗവാദ രോഗങ്ങൾ, വൃഷ്ണരോഗങ്ങൾ, കർത്താവിൻ്റെ നാമത്തിൽ ഉച്ചമുതൽ ഉള്ളങ്കാര് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മരുന്ന് ലേപനമല്ല, അങ്ങയുടെ വചനമാണല്ലോ അങ്ങയുടെ മക്കളെ സുഖപ്പെടുത്തുന്നത്. വചനത്തിൻ്റെ കരുത്ത ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അങ്ങയുടെ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ, ഇന്നത്തെ യാത്ര, ഇന്നത്തെ സംസാരം, ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻസ്, ഇന്നത്തെ ഒപ്പുകൾ, ഇന്നത്തെ എഴുത്തുകൾ, ഇന്നത്തെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, കർത്താവ് ഇന്ന് ചെയ്തു തീർക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളുടെ മേലും എൻ്റെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരം നിലമേലങ്കിയാൽ നിങ്ങളെ പൊതിയുകയും സന്തോഷത്തോടെ നിങ്ങൾ രാത്രി തിരിച്ചു വരാൻ ദൈവം അനുവദിക്കുകയും ചെയ്യട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പൊ ചേച്ചിമാരും അമ്മച്ചിമാരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ല, ലോകം ചെറുപ്പക്കാരെല്ലാം ഇപ്പൊ ഈ ലോക ഫുട്ബോളിന്റെ പുറകെയാണ്. അതായത് എനിക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഫുട്ബോളിലെ പ്രധാനപ്പെട്ട രാക്ഷസന്മാരൊക്കെ പുറത്തായി. അതായത് പോർച്ചുഗൽ പുറത്തായി, ബ്രസീൽ പുറത്തായി, പിന്നെ ഇപ്പം നോർവേ കയറി വന്ന് ഇന്ത്യക്കാരെന്തുകൊണ്ടാണ് സെലക്ഷൻ കിട്ടാഞ്ഞതെന്ന് ഭയങ്കര ചർച്ച. നമ്മൾ 140 കോടി ഉണ്ടല്ലോ, അപ്പോൾ നമ്മളെക്കാളും 150 കോടി ഗ്രാസിയായി, അങ്ങനെ എന്തൊക്കെ ചെറിയ രാജ്യങ്ങളൊക്കെ ഇല്ലേ, അവർക്കൊക്കെ ലോക ഫുട്ബോളിൽ സെലക്ഷൻ കിട്ടി. നമ്മളിന്ന് പറയുന്ന പല രാജ്യങ്ങളും 94-96 സെലക്ഷൻ്റെ കാലത്ത് ഈ ഇന്ത്യ 7ാം സ്ഥാനത്തായിരുന്നു ലോകകപ്പ്. ആ ഇന്ത്യയിൽ നിന്ന് 144 പോയിരുന്നു. അപ്പോൾ കൂടിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം ഈ ഹാർലൻഡ് തന്നെ കളിക്കാൻ ഞങ്ങൾ കണ്ടു കാണാം. അയാളുടെ ഓട്ടം കണ്ടില്ലേ. അപ്പോൾ ഇപ്പോൾ എന്താ ഒരു സ്കൂൾ ഇറങ്ങിയിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇന്ത്യക്കാരന് സെലക്ഷൻ കിട്ടുന്നില്ല. അപ്പോൾ അതിന് ചില സാമൂഹിക ശാസ്ത്രജ്ഞന്മാരുണ്ടല്ലോ, അവരുടെ വിലയിരുത്തലുണ്ട്. അല്ല, ഒരു വിലയിരുത്തൽ എനിക്ക് ഭയങ്കര റീസണബിളായിട്ട് തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ
ബൈക്കിങ്സാണ് ഇവരൊക്കെ, ഹാറണ്ടുകാരൊക്കെ. അപ്പോൾ അവർ പണ്ട് ഒറ്റ പാമരത്തിൽ ഒറ്റ പാകെട്ടി ലോകം മുഴുവൻ ഒറ്റയ്ക്ക് കച്ചവടത്തിന് വന്ന പാർട്ടിയാണ് ഈ ബൈക്കിങ്സ് എന്ന് പറയുന്നത്, ഈ ഹാർലൻഡിൻ്റെ ആൾക്കാർ. അപ്പോൾ അവരുടെ ഭയങ്കര കാടൻ ജോലി ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അവരുടെ DNA ഒക്കെ കാടൻ DNA ആയിരിക്കും. കാര്യം കണ്ടില്ല, അവനെ കണ്ടില്ല, ആ ഓടിപ്പോണ പോക്കിൽ പലരെയും തള്ളി താഴെയിട്ടാണ് പോണത്. അയാൾക്ക് യാതൊരുവിധ കുറ്റബോധമോ ഒന്നുമില്ല. അത് കളിയുടെ ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ട് പോവുകയും ഈ എന്ത് വിഷയത്തിൽ അത്രയും കണ്ടിങ്ങനെ റഫാണ് അവർ, ഈ റഫ് ആൻഡ് ടഫ് എന്ന് പറഞ്ഞ പോലെ. ഇന്ത്യക്കാരിങ്ങനെ റഫ് ആൻഡ് ടഫ് ആകത്തില്ല. മറ്റവർക്കാണെങ്കിൽ അവർ ആംഗ്ലോ സാക്സൺ വർഗമാണ്, യൂറോപ്യൻസ്. അവരിങ്ങനെ ഒരു ആനിമലിൻ്റെ പുറകെ ഓടിച്ച് പിടിച്ച് ആണ് മാത്രമേ അവർക്ക് ഭക്ഷണം കിട്ടത്തുള്ളൂ. അവിടെ പൂർവികർ അങ്ങനെയായിരുന്നു, ആംഗ്ലോ സാക്സൺസ്. ഇങ്ങനെ ഓടിപ്പിടിക്കണം. ചിലപ്പോൾ അതുമായിട്ട് കുത്തി ചിലപ്പോൾ ചത്തുപോയെന്നും വരും. ഇത്തിരി നേരം ഒരു നേരം കഴിക്കാൻ വേണ്ടി ജീവൻ പണയം വെച്ചാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അത് കാരണം അവർ ഭയങ്കര എനർജറ്റിക്കാണ്. ആ ലോകം മുഴുവൻ അവർ കീഴടക്കിയില്ലേ. അത് ഇതുകൊണ്ടാണ് എല്ലായിടത്തും ചെല്ലുമ്പോൾ അവരുടെ രാജ്യമല്ലേ ഉണ്ടാകണത്. ഈ കപ്പലോട്ടക്കാരുടെ കാലത്ത് അവർ പിടിച്ചെടുത്താണിതെല്ലാം. ഇന്ത്യക്കാരൻ അങ്ങനെ കപ്പലോടാനൊന്നും പോയില്ല. എന്നുവെച്ചാൽ നമ്മളെക്കുറിച്ച് പറയണതേ, നമ്മൾ എവിടെയെങ്കിലും സ്വസ്ഥമായി, നമ്മൾ വെജിറ്റേറിയനാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കുക. വേണമെങ്കിൽ ആ ഇരിപ്പ് നമ്മൾ വേണമെങ്കിൽ ഒരു 10 കൊല്ലമൊക്കെ ഇരിക്കണേ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ഇതെല്ലോ മഹാഋഷിമാരുണ്ടായിട്ടില്ലേ. ഇന്നുകൊണ്ട് അത്ര ഋഷിമാർ ഹിമാലയങ്ങളിലെ. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് ചെയ്യണ കാര്യങ്ങളാണ്. ഭക്ഷണം നമുക്ക് പാല് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ കുറച്ച് പഴം കിട്ടിയാൽ മതി. അതിന് വേട്ടയാടി പിടിക്കലൊന്നുമില്ല. സസ്യബുക്കുകളാണ് പൊതുവേ ഇന്ത്യക്കാർ. അതിങ്ങനെ ഒരു 2-3 ലക്ഷം കൊല്ലം ഈ DNA, ഈ ജീൻസ് ഇങ്ങനെ കൈമാറുമ്പോൾ നമ്മൾ ഇരിപ്പുകാരാകും. പക്ഷേ ഇരിക്കണ പരിപാടിക്ക് നമ്മൾ അധികം ഓടാത്ത കാര്യങ്ങളിൽ ഇപ്പം ചെസ്സൊക്കെ ലോകത്തിൽ 1-ാം സ്ഥാനമാണ് നമുക്ക് ചെസ്സിന്. എന്താ ഇരുന്നാൽ മതിയല്ല. ഫുട്ബോളിൽ 90 മിനിറ്റ് ഓടണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും, എപ്പോഴും ഓട്ടത്തിലല്ലേ. എന്ത് ഓടം എന്ത് മറിച്ചത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പം അതുപോലെ തന്നെയായിരിക്കും. പക്ഷേ ഇത് ഇങ്ങനെ ഒരു DNA, അല്ല ഡോർമൻ DNA, അതായത് സ്റ്റാറ്റിക് ആയിട്ടുള്ള എവിടെയെങ്കിലും ഇരുന്ന് ചെയ്യണ ജോലി. ക്രിക്കറ്റിലും നമുക്ക് സ്റ്റമ്പിൻ്റെ അടുത്ത് നിന്ന് ഇടക്കൊന്ന് അടിച്ചാൽ മതിയല്ല, ഒരു 6 അടിക്കണ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ക്രിക്കറ്റിൽ നമുക്ക് നല്ല സമ്മാനം കിട്ടിയിട്ടുണ്ട്. നമ്മളത്ര മോശക്കാരൊന്നും അല്ലേ. നമ്മുടെ DNA ഇങ്ങനെ എവിടെയെങ്കിലും ഇരിക്കണ DNA ആണെന്നുള്ളത്. എന്താ ഞാനിപ്പോൾ ഇത് പറയാൻ കാര്യം, ഞാൻ നിങ്ങളെ ലോകകപ്പ് പഠിപ്പിക്കാൻ വന്നതല്ല. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനാ ജീവിതത്തെ ഇത് ബാധിക്കുന്നുണ്ട് ശരിക്കും, പ്രത്യേകിച്ച് ഉടമ്പടി ജീവിതത്തെ. എന്താ പ്രശ്നം വെച്ചാൽ ഉടമ്പടി ഈ പുതിയ നിയമത്തിൻ്റെ ആധ്യാത്മികത ഉദ്ഘാടനം ചെയ്തപ്പോൾ ഈശോ പറഞ്ഞ് ഈ പഴയ മെഷർ കൊണ്ട് നടക്കത്തില്ല കേട്ടോ, പുതിയ വീഞ്ഞാണിത്, ഇത് പഴയ തോൽക്കുടത്തെയും കൊണ്ടുപോയി വെക്കരുത്. മറ്റേത് അതാണ് വായിച്ചത്. ലൂക്ക 5:37-38. ലൂക്ക 5:37-38. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വെക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങൾ ഭേദിച്ച് ഒഴുകിപ്പോവുകയും തോൽക്കുടങ്ങൾ നശിക്കുകയും ചെയ്യും. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വെക്കേണ്ടത്. ഇപ്പം ഉടമ്പടി ഒരു പുതിയ വീഞ്ഞാണ്. അത് എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് ഇപ്പം ചില ആൾക്കാരൊക്കെ ഇല്ലേ, പ്രത്യക്ഷ പ്രാർത്ഥന ഞങ്ങൾ 33 പ്രാവശ്യം ചെല്ലിയെന്ന് പറയുമ്പോൾ ഈ പഴയ തോൽക്കുടമാണ്. ഇവിടെ നിന്ന് പറഞ്ഞിട്ടില്ലേ, എവിടെയെങ്കിലും ചടച്ചു കുത്തി ഇരുന്ന് ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. ഇത് പുതിയ വീഞ്ഞാണ്, പുതിയ തോൽക്കുടങ്ങളിൽ തന്നെ വെക്കണം. ഇത് ഇറങ്ങി പ്രവർത്തിക്കുകയാണ് ചെയ്യണം. നമ്മൾ കാരുണ്യ പ്രവർത്തികൾ അങ്ങനെയാണ്. നിങ്ങൾ എന്നെ സന്ദർശിച്ചു എന്നല്ലേ പറഞ്ഞു. ഞാൻ കാരാഗ്രഹവാസിയായിരുന്നു, എന്നെ സന്ദർശിച്ചു. അപ്പം ആരാണ്? കർത്താവ് നമ്മളെ സന്ദർശിക്കാൻ വന്നതല്ല, ദൈവത്തെ നമ്മൾ സന്ദർശിക്കുകയാണ് ചെയ്യണത്. റീച്ച് ഔട്ട് ചെയ്യണം. ഇപ്പോൾ റീച്ച് ഔട്ട് ചെയ്യാണ്, അല്ലാതെ വീടിനകത്ത് കുത്തിയിരിക്കുകയല്ല. അപ്പോൾ ഉടമ്പടിയിൽ വരുന്ന ഏറ്റവും വലിയ സാക്ഷ്യങ്ങളുടെ കാരണം ഇതിൻ്റെ പുതിയ വീഞ്ഞ് അത് എടുത്ത ആൾക്കാർ
പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ സാക്ഷ്യങ്ങളല്ല, ഇടി മുഴക്കമുള്ള സാക്ഷ്യങ്ങൾ. എന്താണ്? അവർ പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങൾ തന്നെ വെച്ചിരിക്കുന്നത്. അത് ഇടിപെട്ട് പോലെ ഇറങ്ങി പ്രവർത്തിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞ സാക്ഷ്യങ്ങളെല്ലാം അങ്ങനെയല്ലേ. ഓരോരുത്തരും ഇങ്ങനെ ഇറങ്ങി കർത്താവിൻ്റെ സുവിശേഷം കൈമാറുന്ന പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിൽ എല്ലാവരും വെക്കാനും അതുകൊണ്ട് പുതിയ ഫലങ്ങൾ ഉണ്ടാക്കാനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അതാണ് എൻ്റെ ജീവശ്വാസം. അതിലൂടെയാണ് ഞാൻ പോകുന്നത്. അത് കട്ടാവുക എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കുർബാനയൊക്കെ ഓൺലൈനിലായിപ്പോൾ ഞാൻ എന്നും കരയാണ് ചെയ്തിരുന്നത്. അപ്പോൾ പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് അഡ്ജസ്റ്റായി. പക്ഷേ ഞാൻ എന്നും കുർബാനയിൽ പങ്കെടുത്തിരുന്നു. എനിക്കത് വളരെ ഒരു ശക്തിയാണ് പ്രദാനം ചെയ്തിരുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്തി തന്നു. എൻ്റെ മകൻ വീണ്ടും ഒരു ജോലിക്കായിട്ട് ആഫ്രിക്കയിൽ കാമറൂണിലാണ് ചെയ്യുന്നത്. അവിടെ ഫുൾ ഓഫ് കറക്ഷൻസും ഒക്കെയാണ്. അപ്പം വീണ്ടും ജോലിയിൽ വളരെ നന്നായി ചെയ്യാനും എല്ലാം എല്ലാവരും പ്രാർത്ഥിക്കണം. ഈശോ പരിശുദ്ധ അമ്മ എന്നെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ പത്രം എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പിന്നെ നമുക്ക് കഴിയുന്നതിൻ്റെ പരമാവധി മറ്റുള്ളവരെ സഹായിക്കുവാനൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ ചാനലുകൾ വഴിയും നമ്മൾ പ്രേക്ഷിത പ്രവർത്തനം മറ്റുള്ളവരെ അറിയിക്കാനും എല്ലാം ദൈവകൃപയാലാണ് നമുക്ക് നടത്തപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാനും ഈശോയുടെ ഒപ്പം സഞ്ചരിക്കാനും എല്ലാം നമ്മളെ സഹായിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും അമ്മ മാതാവിനും ആയിരം സ്തുതികളും ഈശോയ്ക്ക് ആരാധനയും സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. എൻ്റെ പേര് മേരി സ്നിഗ്ധ. ഇത് എൻ്റെ ഹസ്ബൻഡ് നിക്സൺ. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിനാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഞങ്ങൾ രണ്ടുപേരും സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത്. അത് ഫെബ്രുവരി 13, 2023 ആയിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 20 കിലോമീറ്റേഴ്സ് ദൂരെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ രണ്ടുപേരും വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ചെറിയ മോള് സ്കൂളിൽ നിന്ന് വരുമ്പോൾ വീട്ടിൽ ആരും ഉണ്ടാവില്ല. അവളുടെ ക്ലാസ് ഒരു 2:30 വരെയാണുള്ളത്. അപ്പോൾ അവൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് പിന്നെ ഡേ കെയറിൽ പോയി ഇവർ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഒരു 5-5:30 ആവും. അപ്പോൾ അവൾ 7:30 വീട്ടിൽ നിന്ന് പോയാൽ ഒരു 5:30 ആവും വീട്ടിൽ വരുമ്പോൾ എന്നും കരച്ചിലാണ്. എനിക്ക് മാത്രം കളിക്കാൻ സമയമില്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ലേറ്റായിട്ടൊക്കെ വരുന്നതുകൊണ്ട് ഒരുപാട് ഡിസ്റ്റർബൻസ് ആയിരുന്നു വീട്ടിൽ. അങ്ങനെ ഇരിക്കെ ഇവർ ട്രാൻസ്ഫറിന് റിക്വസ്റ്റ് ഇട്ടു. അത് ഡൽഹി വരെ പോയെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്തില്ല. ആ സമയത്താണ് എൻ്റെ ചേച്ചി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി അമ്മ പറഞ്ഞു കേട്ടു ചേച്ചി ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു, കൃപാസനത്തിൽ പോയി മാതാവിനോട് പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ എങ്കിൽ ഓൺലൈൻ എടുത്തേക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്തു.
ഞങ്ങൾ രണ്ടുപേരും പിന്നെ കുട്ടികളുമായിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം ഒരു 1 മന്തിനുള്ളിൽ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ട്രാൻസ്ഫർ ശരിയായി. ട്രാൻസ്ഫർ ശരിയായെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിന് തൊട്ടടുത്ത്, അതായത് ഒരു 3 കിലോമീറ്റേഴ്സിൽ തന്നെ ഇവർക്കൊരു ഓഫീസുണ്ട്, ഇവരുടെ ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ഓഫീസുണ്ട്. അങ്ങോട്ടേക്ക് ട്രാൻസ്ഫറായി. അപ്പോൾ എൻ്റെ മോൾക്ക് 2:30 ക്ലാസ് കഴിയും, ഇവരുടെ ഓഫീസും 2:30 കഴിയും, 2 പേർക്കും വീട്ടിൽ വരാം. അപ്പോൾ അവളുടെ ഒരു പ്രശ്നം അങ്ങനെ സോൾവായി. പക്ഷേ അതിൽ ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതുകൊണ്ട് തന്നെ പ്രെയർ തുടങ്ങി. പിന്നെ ഈ ഉടമ്പടി പ്രെയറിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്, പീസ് ഓഫ് മൈൻഡ് കിട്ടും വീട്ടിൽ. ഞങ്ങൾ പ്രാർത്ഥന ഇല്ലാത്ത വീടൊന്നും ആയിരുന്നില്ല, പ്രാർത്ഥിക്കുമായിരുന്നു, ഞങ്ങൾ പള്ളിയിലൊക്കെ പോകുമായിരുന്നു. പക്ഷേ എന്തെങ്കിലും ഒരു ചാൻസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും പുറത്തൊക്കെ പോകാനുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മിസ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ പ്രെയറൊക്കെയാണ്. പക്ഷേ ഈ ഉടമ്പടി തുടങ്ങിയ ശേഷം ഞങ്ങൾ ഒരിക്കലും അത് മിസ് ചെയ്യാറില്ല. ഇനിയിപ്പോൾ പോയിട്ട് തിരിച്ചു വന്നാണെങ്കിലും രാത്രി 11 o'clock ആണെങ്കിലും അങ്ങനെ പ്രെയറൊക്കെ ചെയ്തിട്ടേ കിടക്കുകയുള്ളൂ. ഞങ്ങളുടെ ഫാമിലി മൊത്തമായിട്ട് അങ്ങനെ ഒരു ചേഞ്ചസ് വന്നു. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ചത് ആ സമയത്ത് എൻ്റെ ചേച്ചിയുടെ മോള്, അവൾ ബാംഗ്ലൂർ ഒരു നേഴ്സിംഗ് കോളേജിൽ ഒരു ബാപ്റ്റിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ക്രിസ്ത്യൻ മിഷണറീസിൻ്റെ ഒരു നല്ല പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലാണ്. അവിടെ BSc നഴ്സിങ്ങിന് അവൾ എൻട്രൻസ് എഴുതി. വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു അവളുടെ പേര് വന്നത്. അതിനുശേഷം കർണാടക ഗവൺമെൻറ് റൂൾ വന്നു, KCET എഴുതിയാൽ മാത്രമേ കിട്ടുള്ളൂ എന്ന്. അവൾ KCET എഴുതിയെങ്കിലും കന്നഡ എക്സാം എഴുതിയില്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ റിസൾട്ട് വന്നപ്പോൾ അവളുടെ പേരുണ്ടായില്ല. ആ കോളേജാണെങ്കിൽ ഇത്തിരി കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ളതാണ്. അവർ പറഞ്ഞു ഞങ്ങൾക്ക് റൂൾ അനുസരിച്ചിട്ടേ പറ്റുള്ളൂ, അതുകൊണ്ട് KCET എഴുതിയില്ല, ക്ലിയർ ആയില്ലെങ്കിൽ അഡ്മിഷൻ തരാൻ പറ്റില്ല. പിന്നെ ഞങ്ങളുടെയും മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, കാരണം നമ്മൾ ഉടമ്പടിയിലൊരു കാര്യം വെച്ചതാണ്. അപ്പോൾ അത് നടക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണമായിരുന്നു. ഞങ്ങളത് ചെയ്തില്ല. നമ്മൾ മനുഷ്യരല്ലേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു പ്രൈവറ്റ് കോളേജിൽ പോയിട്ട് അവിടെയും ഒരു 2.3 lakhs കൊടുത്ത് ഫസ്റ്റ് ഇയറിൻ്റെ ഫീസ് അടച്ചു. നമ്മളവിടെ അഡ്മിഷൻ എടുത്ത് അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ ദൈവം ഇതായിരിക്കും വിധിച്ചേക്കുന്നത്, നല്ല പ്രൈവറ്റ് കോളേജിൽ പഠിക്കാനായിരിക്കും. അപ്പോൾ ഞങ്ങളവിടെ അഡ്മിഷൻ എടുത്തു, അവിടെ പോയി ജോയിൻ ചെയ്ത് പിറ്റേ ദിവസം അവളെ ഞങ്ങളവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തു, ഹോസ്റ്റലിലാക്കി. പിറ്റേ ദിവസം രാവിലെ തന്നെ ഒരു കോൾ വന്നേക്കാണ് ബാപ്റ്റിസ്റ്റിൽ നിന്ന്. കർണാടക ഗവൺമെൻറ് റൂൾ ചേഞ്ച് ചെയ്തു, KCET ഇല്ലെങ്കിലും അഡ്മിഷൻ കിട്ടും, അതുകൊണ്ട് അവൾക്ക് അഡ്മിഷനുണ്ട്, നിങ്ങൾ വന്ന് ജോയിൻ ചെയ്യാൻ. അപ്പോൾ ഞങ്ങളാകെ ഇതായി. നമ്മൾ സർട്ടിഫിക്കറ്റ് എല്ലാം സബ്മിറ്റ് ചെയ്തു. സാധാരണ ഈ ബാംഗ്ലൂർ പ്രൈവറ്റ് കോളേജിൽ നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റ് തരില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാ, പിന്നെ ഞാൻ വിചാരിച്ചു ആ പ്രൈവറ്റ് കോളേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, അവർക്ക് ഹോസ്പിറ്റലില്ല. അതേസമയം ബാപ്റ്റിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാംഗ്ലൂർ ഏകദേശം ഒരു നമ്പർ 2 ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടെ പഠിച്ച അവളുടെ ഫ്യൂച്ചറിന് നല്ലതാണ്. പിന്നെ ഞാനാണ് ബാംഗ്ലൂരുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാനും ഹസ്ബൻഡും കൂടെ ഉടമ്പടി അപ്പോഴേക്കും ഞാൻ മെയ്യിൽ വന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാശ് രൂപമൊക്കെ പിടിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ പ്രൈവറ്റ് കോളേജിൽ ചെന്നിട്ട് പറഞ്ഞു അവൾക്ക് ഇവിടെ പറ്റുന്നില്ല, ഞങ്ങൾ തിരിച്ചു പോവാണ്. അവർ എന്തോ ഭാഗ്യം എന്ന് പറയാൽ ദൈവാനുഗ്രഹം, അവർ സർട്ടിഫിക്കറ്റ് തന്നിട്ട് പറഞ്ഞു സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകോ, ഫീസ് ഞങ്ങൾക്ക് തിരിച്ചു തരാം കുറച്ച് കഴിഞ്ഞിട്ട്. ഞങ്ങൾ വിചാരിച്ചു ഫീസ് പോയാലും കുഴപ്പമില്ല. അപ്പോൾ പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ ഫീസ് മാതാവുണ്ടല്ലോ തിരിച്ച് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ആ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു. പിറ്റേ ദിവസം തന്നെ പോയിട്ട് ബാപ്റ്റിസ്റ്റിൽ അഡ്മിഷൻ എടുത്തു. പിന്നെയും പ്രാർത്ഥന തുടങ്ങി. ഇത്രയും പൈസ 2.3 അവിടെ കൊടുത്തേക്കാണ്, ഇവിടെയും കൊണ്ടുപോയി കൊടുത്തു ഫീസ്. ഇവിടെ അത്രയും ഉണ്ടായിരുന്നില്ല എങ്കിലും അവിടെയും ഫീസ് കൊടുത്ത് അഡ്മിഷൻ എടുത്തു. നമ്മൾ ഈ 2.3 കിട്ടണേ, കുറച്ച് പോയാലും നമുക്ക് ബാക്കി കിട്ടണേ എന്ന് വിചാരിച്ച് അത് ഉടമ്പടിയിൽ ഉണ്ടാവാത്ത കാര്യമാണ്. കാരണം നമ്മളൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷേ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. മാതാവ് അനുഗ്രഹിച്ചിട്ട് ഒരു 80% പൈസ അവർ തിരിച്ചു തന്നു. എല്ലാവർക്കും അത്ഭുതമായിരുന്നു, കാരണം അങ്ങനെ ആരും തരാറില്ല. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചേച്ചിയുടെ മോൻ, അവൻ അധികം പഠിച്ചിട്ടില്ല, അവൻ ITI ആണ്, ഇലക്ട്രിക്കലാണ്. അവനിവിടെ സെൻട്രൽ സ്ക്വയർ എന്ന് പറഞ്ഞൊരു മാളിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇലക്ട്രീഷ്യനായിട്ട്. അപ്പോൾ അവന് ഞാൻ പ്രാർത്ഥിച്ചത് അവൻ 2023 December 31 അവന് വിദേശത്തൊരു ജോലി കിട്ടണമെന്ന്. ആക്ച്വലി അത് എഴുതി ഞാൻ ഇവിടെ ഉടമ്പടിയിൽ ഇടുമ്പോഴും എനിക്കൊരു പ്രതീക്ഷയൊന്നുമില്ല. കാരണം
ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഞങ്ങളുടെ തൊട്ട് ഇമീഡിയറ്റ് റിലേറ്റീവ്സ് ആരും ഇങ്ങനെ വിദേശത്ത് ജോലി ചെയ്യുന്നവരില്ല, കൂടുതലും ഇങ്ങനെ ഗവൺമെൻറ് ജോലിയൊക്കെയാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ കസിൻസൊക്കെ ഉണ്ടെങ്കിലും ഞാനോ ചേച്ചി അങ്ങനെ ആരും ഇത് വർക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഈ വിദേശത്ത് ജോലിയൊക്കെ എങ്ങനെ ഒപ്പിക്കണമെന്നൊന്നും ഒരു പിടിപാടുമില്ല.